Hi dears, welcome back to my YouTube channel. Oui, oh là là, mais parle directement, j'entends. ഇന്നിപ്പോൾ ഞങ്ങൾ പോണത് ഒമാൻ മുസാണ്ടാണ് കേട്ടോ. കുറേ ആയിട്ട് വിചാരിക്കണേ ഇങ്ങനെ മുസാണ്ടൊക്കെ പോകണമെന്ന്. ഇപ്പോഴാണ് അതിനുള്ള സമയമായത്. അപ്പോൾ രാവിലെ ഒരു 5:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവരോട് സമയം തന്നിട്ടുണ്ട്. 10 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ കേട്ടോ അവരുള്ള ബോട്ടിങ്ങിനുള്ള സമയം തന്നേക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട് ഫാമിലി ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നേരെ അവരുടെ അടുത്തേക്ക് പോയിട്ട് അവരവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് നമുക്ക് ഒമാനിൽ പോവാം. 6 മണി കഴിയുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങാമെന്ന് കേട്ടോ വിചാരിച്ചു. പിന്നെ പതുക്കെ തട്ടിമുട്ടിയൊക്കെ നിന്ന് ഞങ്ങളെല്ലാവരും ഇറങ്ങുമ്പോൾ തന്നെ ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് സമയത്തിന് അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ ബോട്ട് എടുക്കും കേട്ടോ. 10 മണിക്കാണ് സമയം തന്നേക്കുന്നത്. ദുബായിൽ നിന്ന് ഒരു 3 മണിക്കൂറൊക്കെ എടുക്കുള്ളൂ കേട്ടോ ഈ ഒരു ഒമാൻ മുസാണ്ട് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. ആദ്യം തന്നെ UAE ബോർഡർ അടക്കണം. അപ്പോൾ അവിടെ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമല്ല. ആദ്യം തന്നെ അവർ എക്സിറ്റ് അടിച്ചു തരും കേട്ടോ പേപ്പറിൽ. അത് നമ്മളെല്ലാവരുടെയും പാസ്പോർട്ടായിട്ടാണ് വന്നേക്കുന്നത്. അതും കൊണ്ടുപോയി നല്ല തിരക്കായിരുന്നു കേട്ടോ. വീക്കെൻഡൊക്കെ ആയതുകൊണ്ട് പിന്നെ എല്ലാവരും കൂടി പോയി ക്യൂ നിന്നില്ല. ഒരാൾ പോയി പേപ്പറൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് പിന്നെ എല്ലാവരും കൂടി പാസ്പോർട്ടായിട്ട് പോകണം. പിന്നെ അവർ ഓരോരുത്തരെ നോക്കി അങ്ങനെ കടത്തി വിടും. അത് കഴിഞ്ഞാൽ സെയിം പ്രൊസീജിയർ തന്നെ ഒമാൻ ബോർഡർ അടക്കുമ്പോഴും ഉണ്ട് കേട്ടോ. UAE ബോർഡർ കടന്ന് ഒമാനിക്കൊക്കെ എത്തുമ്പോഴേക്കും ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി. 10 മണിക്കാട്ടോ അവരെ ബോട്ട് എടുക്കണ സമയം. അങ്ങനെ പിന്നെ ഈ ഒരു വഴിക്കൂടെ ഒന്നും പോയി ശരിക്കും കണ്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടേക്ക് എത്തി. വേഗം വന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നോക്കുമ്പോൾ ബോട്ട് പതുക്കെ എടുത്തു തുടങ്ങി കേട്ടോ. അവർ പിന്നെ ഞങ്ങൾ നടന്നു വരുന്ന വരെ വെയിറ്റ് ചെയ്തു കേട്ടോ.
ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലിരുത്തിയിട്ട് ആ ഒരു വലിയ ബോട്ടിൻ്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുവിടും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അത്യാവശ്യം നല്ല വലിയ ബോട്ടാണ് കേട്ടോ. താഴെ ഇരിക്കുക മുകളിൽ ഇരിക്കുക. ഞങ്ങൾ മുകളിലേക്ക് കയറിയില്ല, താഴെ ഇരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ ദേ ഇതുപോലെ ചെരുപ്പൊക്കെ ഊരിയിടണം. ചെരുപ്പൊന്നും ഇട്ട് നടക്കാൻ പാടില്ല. വേഗം ചെന്ന് ഇതിന് സ്ഥലമൊക്കെ പിടിച്ചു. വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർ ചായ, വെള്ളം, ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മുകളിലൊക്കെ പോയി നോക്കാം കേട്ടോ. മുകളിൽ ചെന്ന് നോക്കിയപ്പോൾ അതെ ഇതുപോലെ ഒരു റൂമുണ്ട്. പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. അവിടെയാണ് ആളുകളൊക്കെ ഇരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ AC ഒക്കെ ആയിട്ട് നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാം കേട്ടോ. UAE വന്നിട്ട് ബോട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ അത് കാണണമെങ്കിൽ എന്തായാലും ഈ ഒരു ഒമാൻ തന്നെ വരണം കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ് കാണാനായിട്ട്. അങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിരിക്കുമ്പോൾ അവരിതേ കുറേ ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെത്തിയപ്പോൾ അവർ പറഞ്ഞത് ഡോൾഫിൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി പിന്നെ ഒരു ഭാഗത്തേക്ക് ഓടിക്കൂടി കേട്ടോ. അപ്പോൾ അവരിങ്ങനെ വിസിലടിക്കും. അപ്പോൾ അതിനനുസരിച്ച് ദേ ഡോൾഫിൻ ഇതുപോലെ ചാടുന്നത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാൻ പറ്റും. അങ്ങനെ ദേ 2, 3, 4 എണ്ണമൊക്കെ ഇങ്ങനെ ചാടുന്നത് കണ്ടു കേട്ടോ. അങ്ങനെ പല ഭാഗത്തെത്തുമ്പോൾ അവരിങ്ങനെ പറയും. ആ ഒരു സമയത്ത് ഓടി വന്നാൽ നമുക്ക് എന്തായാലും കാണാനും പറ്റും കേട്ടോ ഇതുപോലെ പോണത്. രാവിലെ തന്നെ അവർ തന്ന ചായയും ഡേറ്റ്സും പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് ഉച്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കഴിച്ചു തുടങ്ങി കേട്ടോ. 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ അതേ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്ത് കഴിച്ചു തുടങ്ങി. ഒരു ഭാഗത്തെത്തിയപ്പോൾ നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അവരിതേ ലൈഫ് ജാക്കറ്റൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നീന്താൻ അറിയണവരാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഡയറക്റ്റ് മുകളിൽ നിന്നൊക്കെ എടുത്ത് ചാടാം. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത ആ ഒരു സ്ഥലത്താണ് കേട്ടോ അവർ നമുക്കിങ്ങനെ ചാടാൻ വേണ്ടി നിർത്തുന്നത്.
ഞാനും വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാട്ടോ വന്നത്. പക്ഷെ ഇവിടെ വന്ന് ഇതിൽക്കാണ് ചാടണേന്ന് പറഞ്ഞപ്പോ പിന്നെ പേടിയായി വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നിന്നില്ല. ചേട്ടൻ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് റെഡി ആയി കാണാം കേട്ടോ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അവിടെ ദേ പിള്ളേരുകളൊക്കെ എടുത്ത് ചാടുന്നുണ്ട് വെള്ളത്തിലേക്ക്. ചേട്ടൻ ചാടിയപ്പോൾ എന്നെ വെള്ളത്തിലേക്ക് മുങ്ങിയാട്ടോ പോയത്. അവർ പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ട്യൂബൊക്കെ ഇട്ട് കൊടുത്തു. വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയ കുട്ടികൾക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പേടിയായിട്ടോ. അവിടെ പിന്നെ അതേ ട്യൂബിന് വേണ്ടിയുള്ള തല്ലെടുത്തായി. ഞങ്ങളിവിടെ നോക്കുമ്പോൾ ചേട്ടൻ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ നിൽക്കാട്ടോ. എന്തോ ഇങ്ങനെ തപ്പണ പോലെയാണ് തോന്നുന്നത് വെള്ളത്തിൽ. പക്ഷെ ചേട്ടൻ അറിയണ പോലെ കുറേ നീന്തി ഇങ്ങനെ പോയിരുന്നു കേട്ടോ. അവിടെ എത്തി കഴിഞ്ഞ് കുറേ നേരം ഒരു പാറക്കല്ലുമ്മയൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുമ്പോൾ പിന്നെ വയ്യാണ്ടായിട്ടോ നീന്തി നീന്തി. എല്ലാവർക്കും ആ ഒരു അവസ്ഥ തന്നെയാണ്. പിന്നെ അവരിതേ ഇതുപോലെ ബോട്ട് കൊണ്ടുപോയിട്ട് നമ്മളതിലിങ്ങനെ ഇരുത്തി കൊണ്ടുവരും കേട്ടോ. കുട്ടികളൊക്കെ ആണെങ്കിൽ ഇരുത്തി കൊണ്ടുവരും, വലിയവരാണെങ്കിൽ അതേ ഇതുപോലെ ഒരു കയറിട്ട് കൊടുക്കും കേട്ടോ. നമുക്ക് അങ്ങനെ നീന്താൻ പറ്റണില്ല അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ. അങ്ങനെ ഒരുവിധം എങ്ങനെയൊക്കെയോ നീന്തി ഇതേ ബോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞപ്പോഴാട്ടോ ചേട്ടൻ പറയണ ലൈഫ് ജാക്കറ്റ് ലൂസായതായിരുന്നു, അത് ഇടാൻ വേണ്ടി നോക്കിയതാട്ടോ. ഇവിടെ നോക്കിയപ്പോൾ എന്തോ ഇങ്ങനെ തപ്പണ പോലെ തോന്നിയത്. അപ്പോഴൊക്കെ എന്ത് ചെയ്യുക, അവരവിടെ ഫുഡൊക്കെ എടുത്തു വെച്ച് തുടങ്ങി കേട്ടോ. അവരവിടെ ബുഫയാണ് കേട്ടോ അറേഞ്ച് ചെയ്തേക്കണം. അങ്ങനെ പോയി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ ഒരു നോർമൽ ഫുഡാണ് കേട്ടോ, അങ്ങനെ വലിയ അടിപൊളി സംഭവം എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റണ ഒരു കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു.
ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തിരിക്കുമ്പോൾ അവിടെ ഒരു ബോട്ട് വന്നു കേട്ടോ. അവർ നമ്മളെ കൊണ്ടുപോകും തൊട്ടപ്പുറത്തൊരു ഐലൻഡിൽ. അവിടെ ഇങ്ങനെ ബാർബിക്കൊക്കെ ചെയ്ത് നമുക്ക് നൈറ്റ് സ്റ്റേ ചെയ്യാനുള്ളതായിട്ട് അവരവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുകയാണെങ്കിൽ ഇവർ നമ്മളെ അവിടെ കൊണ്ടുവന്ന് വിടും കേട്ടോ. ഫുഡൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് 2 മണിയായി കേട്ടോ. പിന്നെ എല്ലാവർക്കും ഭയങ്കര ക്ഷീണമായി വെള്ളത്തിലൊക്കെ ഇറങ്ങേണ്ടിയും രാവിലെ തൊട്ട് ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടിരുന്നപ്പോൾ ആ ഒരു ക്ഷീണമായി തുടങ്ങി കേട്ടോ. എല്ലാവരും നോക്കുമ്പോൾ പതുക്കെ ഉറക്കമായി. ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ബോട്ടുകാർ പതുക്കെ നിർത്തിയിട്ടോ. വെള്ളത്തിലേക്ക് വീണ്ടും എടുത്ത് ചാടാന്ന് പറഞ്ഞ്. പിന്നെ ചേട്ടനൊന്നും പോയില്ല കേട്ടോ. കുറച്ച് പേരൊക്കെ പോകണ്ടായിരുന്നു. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്ക് ഞങ്ങൾ എണീറ്റ് പിന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. 5 മണിയൊക്കെ ആയപ്പോഴേക്ക് അവിടെ നിന്ന് ബോട്ട് തിരിച്ചു കേട്ടോ. നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ നമ്മളവർ തിരിച്ചു കൊണ്ട് ഇറക്കി വിട്ടു. രാവിലെ പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ല ടെൻഷനായിരുന്നു കേട്ടോ. അവിടെ കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റുമോ ആ ഒരു ഇതിൽ. പിന്നെ ഈ വഴിയൊന്നും കടന്നു പോയതേ അറിഞ്ഞില്ല കേട്ടോ. ഈ ഒരു സമയത്ത് വന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പതുക്കെ പോയാൽ മതി, ഞങ്ങൾ ഇവിടെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നീ പതുക്കെ ആട്ടോ വണ്ടി പോണത്. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. റാസൽ ഗെയിമൊക്കെ എത്തിയപ്പോൾ ചെറിയൊരു മഴ കിട്ടി കേട്ടോ. എനിക്ക് ദുബായി എത്തിയിട്ട് വേണം നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഡിയേഴ്സ്.